നമുക്കേ ഒരു ഓപ്പൺ കിച്ചൺ കാണാം. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്ന ഒരു ഫ്രണ്ടിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഒരു എൻട്രി പാനലിംഗ് കൊടുത്തു. അതിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ലൈറ്റൊക്കെ കൊടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്താണ് ചെയ്തേക്കുന്നത്. ഫുള്ള് ഗ്ലാസിൻ്റെ ഷെൽഫുകളാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഒരു ഗ്ലാസ് ഡോറൊക്കെ കൊടുത്ത് അതങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഫ്രിഡ്ജ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫ്രിഡ്ജിന് ജസ്റ്റ് ഒരു മറവ് വരാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഫ്രിഡ്ജ് ഇവിടെ ഈ കറക്റ്റായിട്ട് കയറിയിരിക്കുന്ന രീതിയിൽ, അതായത് മിനിമം ഒരു ഗ്യാപ്പൊക്കെ കൊടുത്ത് നമുക്കിങ്ങനെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഈ ഫ്രിഡ്ജ് ഇവിടെ വെക്കാൻ പറ്റുന്ന കുറേ കമൻറ്റുകൾ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമുക്ക് ഇവിടെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ വേണ്ട സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കിച്ചൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇത്രയും പോർഷനാണ്, അതായത് ഈ ഡോറ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയ മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. ജസ്റ്റ് ഒരു ഹിഡൻ കൺസീൽഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലൊരു കൺസെപ്റ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്പേസ് നമുക്ക് യൂസ് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു സിങ്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോറേജ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിൽ ഒരു GTP2 കൊടുത്തപ്പോൾ നമുക്ക് സിങ്ക് ചെയ്യുന്നതിനെ ഡയറക്റ്റ് കഴുകി വെക്കാവുന്ന രീതിയിലാണ്. പിന്നെ ഇതിലൊരു ഡിപ്ട്രയും കൂടെ വരുന്ന ടൈപ്പാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനൊരു ഗ്ലാസ് ഡോർ സെറ്റ് ചെയ്തു. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തു. ഇവിടെ വീണ്ടും ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതൊരു പോളിഷ്ഡ് ആയിട്ട് ഹൈഡ്രോളിക് ആയിട്ട് തുറക്കാവുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ ഒരു പോർഷനിലും ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, അതായത് നമുക്ക് കുക്കിംഗ് ഒക്കെ ഇവിടെയാണ് വരുന്നത്, ഗ്യാസ് ഇരിക്കുന്നത്. ഇവിടെ ചെറിയ സാധനങ്ങൾ വെക്കാം, ഇവിടെ വലിയ രീതിയിൽ സാധനങ്ങൾ വെക്കാം. ആ രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തു. ഇതും സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ബോട്ടം ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഫ്രീ ആയിട്ടാണ്, അത് വലിയ സാധനങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിലാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതും അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു 3 ടാൻഡം ബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നിൽ കട്ട്ലറി എല്ലാം കൂടെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലും പിന്നെ ഒന്ന് പ്ലെയിൻ ടാൻഡം ബോക്സാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് പ്ലേറ്റുകൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി, പ്ലേറ്റ് ബൗൾസ് എല്ലാം മിക്സ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുള്ള സിസ്റ്റമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇതിലും ഒരു ട്രേ വരുന്ന ടൈപ്പാണ്, ഇങ്ങനെ ട്രേ വരുന്ന ടൈപ്പാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ ഇത് ഹോൾഡായിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും, എടുത്ത് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര സൗകര്യമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പോർഷനിൽ പ്ലേറ്റ്സുകൾ വെക്കാം, ബാക്കിയുള്ള പോർഷനിൽ നമുക്ക് ബൗൾസ് അങ്ങനെയുള്ള കോമൺ സാധനങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ടാണ് ഉള്ളത്. പിന്നെ ഇത് സിങ്കിൻ്റെ പോർഷനാണ് വരുന്നത്. അപ്പോൾ ഇതിലൊരു എയർ വെൻ്റൊക്കെ കൊടുത്തിട്ടാണ് അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കിച്ചണിൽ ചെയ്തേക്കുന്ന. നമ്മുടെ ഈ വർക്കിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ റേറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോസായി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.